നമസ്കാരം. കേരളത്തിൽ നിന്നും പഴനി മധുരൈ പോകാൻ പറ്റിയ ഒരു ട്രെയിനിലാണ് ഞങ്ങൾ ഇന്ന് യാത്ര പോകുന്നത്. ഈ ട്രെയിൻ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് മലബാറിലുള്ള ആൾക്കാർക്കാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് മംഗലാപുരത്താണ്. മംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്ക് പോകുന്ന എക്സ്പ്രസിനാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് 6 കിലോമീറ്റർ ദൂരമുണ്ട് മംഗളൂരു ജംഗ്ഷനിലേക്ക്. അവിടെ നിന്നാണല്ലോ നമുക്ക് പോകാനുള്ള ട്രെയിൻ ഉള്ളത്. പിന്നെ ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരം മംഗളൂരു എക്സ്പ്രസ് വന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു തിരക്കുണ്ട് ഇവിടെ. ആ സമയത്ത് തന്നെ പുറത്തുനിന്ന് നേരെ കൊല്ലൂരിലേക്ക് പോകാനുള്ള ഒരു ബസ്സാണിത്. ഒരു ബസ് ഓൾറെഡി ഇവിടുന്ന് എടുത്തിട്ട് പോയി. നല്ല ആൾക്കാരുണ്ട് കേട്ടോ ഇവിടുന്ന് കയറാനൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓട്ടോ ആക്കിയിട്ട് പോകാം. പ്രീപെയ്ഡ് കൗണ്ടറൊക്കെ വരുന്നത് അങ്ങ് അവിടെയാണ്. ഞങ്ങളൊരു ഓട്ടോയിൽ കയറി. ജംഗ്ഷനിലേക്ക് 130 രൂപയാണ് ചാർജ് ആവുക. പിന്നെ നമുക്ക് ബസ് വഴിയും സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോവാം. ഞങ്ങൾ കൂടുതലും ബസ് വഴിയാണ് പോയിട്ടുള്ളത്. ഇന്ന് ഇവിടെ മഴയൊന്നുമില്ല, നല്ല വെയിലാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ മംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലേക്ക് ഇതാ ഞങ്ങളെത്തി. ഇവിടെയും ഓട്ടോ സ്റ്റാൻഡൊക്കെ കാണാം. ഒരു നീണ്ട നിര തന്നെ ഉണ്ട്, അങ്ങ് അവിടെ വരെയുണ്ട്. അപ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ കാര്യം പറയുമ്പോൾ ഇത് സദേൺ റെയിൽവേയിൽ പാലക്കാട് ഡിവിഷന്റെ കീഴിലുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ കുറേയേറെ സ്ഥലമുണ്ട്. പാർക്കിംഗ് ആണ് ഈ ഭാഗത്ത് വരുന്നത്. 2 വീലർ പാർക്കിംഗ് അങ്ങ് അതിലൂടെയാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ പ്ലാറ്റ്ഫോമിലോട്ട് കയറാം. നമ്മുടെ വണ്ടി മിക്കവാറും 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാകാം. ഞാൻ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞില്ലേ. 3-ലും അല്ല 2-ലും അല്ല, 1-ൽ നിന്നാണ് വണ്ടി ഇന്ന് പുറപ്പെടുക. ട്രെയിനിൻ്റെ ഏറ്റവും പുറകിലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ തന്നെ ഒരു ബോർഡ് കാണാം. മംഗളൂരു ജംഗ്ഷൻ തിരുനെൽവേലി എക്സ്പ്രസിൻ്റെ നമ്പർ 16707. ഇവിടെ ആകെ 2 ഭാഷകൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഏറ്റവും മുന്നിൽ കുറച്ച് ഭാഷകൾ കൂടുതലുണ്ട്. അതൊക്കെ നമുക്ക് എന്തായാലും കാണാം. ഈ പുറകിൽ തന്നെ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി കോച്ചൊക്കെ ഉണ്ട്. ഇത് തന്നെയാണ് ലേഡീസ് കോച്ചും. ഈ ട്രെയിനിൻ്റെ കോച്ചുകളുടെ എണ്ണം പറയുവാണെങ്കിൽ 4 അൺറിസർവ്ഡ്, 8 സ്ലീപ്പർ ക്ലാസ്, 2 തേർഡ് AC, 1 സെക്കൻഡ് AC അങ്ങനെയാണ്. മെമു വരുന്നുണ്ട് ഇപ്പൊ ഇവിടെ. അപ്പൊ ഇതൊന്നും ഇതുവരെ തുറന്നിട്ടൊന്നുമില്ല, കാരണം സമയം ഇത്ര ആയതല്ലേ ഉള്ളൂ. മംഗളൂരു ജംഗ്ഷൻ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബോർഡൊക്കെ കാണാം. നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് ഇതിന്റെ സ്ലീപ്പർ ക്ലാസ്സിലാണ്. S3 ആണ്. ഗോവയിലെ മഡ്ഗാവിൽ നിന്നും രാവിലെ 4:40 പുറപ്പെട്ട മെമു ആണിത്. മംഗളൂരു ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ ഇതിലൂടെ മംഗളൂരു ലോകമാന്യത്തിലേക്ക് മത്സ്യഗന്ധ എക്സ്പ്രസ്സും കടന്നു പോകും. അതിനിവിടെ സ്റ്റോപ്പില്ല. അടിപൊളി. ഞങ്ങളിപ്പോൾ കോച്ചിലേക്ക് കയറാൻ നിന്നതാണ്. വണ്ടി ഇതാ ഇവിടുന്ന് മാറ്റുകയാണ്. ഇവിടെ ഇപ്പം തിരുവനന്തപുരം നോർത്ത് LTT സൂപ്പർ ഫാസ്റ്റും മത്സ്യഗന്ധയ്ക്ക് ഇതിലൂടെ കടന്നു പോകണമല്ലോ. അപ്പം മിക്കവാറും ഇത് 3-ലോട്ട് മാറ്റും. ഭാഗ്യം കയറാത്തത് ഉണ്ടോ. ഇത് ഇവിടുന്ന് മാറ്റുകയാണ്. അപ്പം ഇത് നേരത്തെ തന്നെ മാറ്റിയാൽ പോരെ അല്ലേ? അല്ല, ആ ഒരു മെമു വരാനുണ്ടായിരുന്നല്ലോ, അതായിരിക്കാം. S1 ഒക്കെ 2025 മേടാണ്. S2 2019 മിക്സിംഗ് ആണ്. എന്തായാലും കുഴപ്പമില്ലാത്ത കോച്ചുകളൊക്കെ തന്നെയാണ്. ഇത് 2021 മേടാണ്. എല്ലാം മിക്സിംഗ് ആണ്. ഇവിടെ കുറേ ഭാഷകളുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, ഇതാ ഈ റോഡിൻ്റെയാ. രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലോട്ടാണ് വണ്ടി വരുന്നത്. അഞ്ച് ഭാഷകളുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന സ്ലീപ്പറിൽ S3 കോച്ചിന്റെ ബോർഡ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോ. ഇവിടെ മംഗലാപുരം ജംഗ്ഷൻ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അതായത് ട്രാൻസ്ലേറ്റ് ഒന്നല്ല, ഒരു മലയാളി തന്നെ ആകണം ഈ ഒരു ബോർഡൊക്കെ ക്രിയേറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ അകത്തോട്ട് കയറാം. 7, 8 ഞങ്ങളുടെ ബെർത്തുകൾ. അതായത് ഈ കയറിയ ഉടനെ തന്നെയുള്ള സൈഡ് ലോറും സൈഡ് അപ്പറും.
ഇതിന്റെ അകത്ത് ആരും വന്നിട്ടില്ല. വണ്ടി ശരിക്കും പറഞ്ഞാൽ ഈ കോച്ച് മുഴുവനും കാലി തന്നെയാണ്. പഴനിയിലേക്കും മധുരയിലേക്കും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഈ ട്രെയിനിൽ കയറി പോകാൻ നല്ല സമയം തന്നെയാണ്. പക്ഷേ ഇത് പഴനിയിലും മധുരയിലേക്ക് എത്തുന്നത് ഒരു അസമയത്താണ്. ഈ ട്രെയിനിൽ കുറേയേറെ സ്ലാക്ക് ടൈമൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വഴിയെ തന്നെ പറയാം. ഈ ട്രെയിനിൽ ഞങ്ങൾ ഇന്ന് യാത്ര പോകുന്നത് പാലക്കാട് വരെയാണ്. ഒരാഴ്ച മുന്നെയാണ് ഇതിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. സ്ലീപ്പർ ക്ലാസ്സിൽ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 245 രൂപയാണ്. ഈ ട്രെയിനിൽ ഒട്ടും തന്നെ തിരക്കില്ല എന്ന് പറയാം. കാരണം വെച്ചാൽ ഇപ്പൊ 12:30 നോക്കിയ സമയത്തുകൂടി കറണ്ട് അവൈലബിൾ കാണിക്കുന്നത് 315 എണ്ണാണ്. അതിനിടയിൽ നമ്മൾ ചാർജ് നോക്കി, നമ്മുടെ അടുത്തിരിക്കുന്ന 2 ആൾക്കാർ മാത്രമാണ് കയറുന്നത്. കോഴിക്കോട് നിന്ന് ഒട്ടുമിക്ക ബർത്തുകളും വേക്കൻ്റ് തന്നെയാണ്. ട്രെയിൻ പുറപ്പെടുന്നതിന് മുന്നേ തന്നെ ഉച്ചക്കുള്ള ഭക്ഷണം കഴിക്കാം. ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്. പയറ് തോരനുണ്ട്, ചോറുണ്ട്, പിന്നെ സാമ്പാറാണ് കേട്ടോ അതിൻ്റെ കൂടെ. ഞങ്ങളുടെ യാത്രകളിൽ ആദ്യത്തെ ദിവസം മാത്രമാണ് ഇതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവരാറുള്ളത്. ഇനിയിപ്പം അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഒരിക്കലും കിട്ടില്ലല്ലോ. ഞങ്ങൾ പൊതുവേ വൈകുന്നേരത്തെ ഭക്ഷണം വരെ കൊണ്ടുവരാറുള്ളതാണ്. പക്ഷെ ഇന്നെന്തോ എടുത്തില്ല കേട്ടോ. മാത്രമല്ല ഇപ്പം നല്ല മഴയല്ലേ. ഇന്നെന്തായാലും നമ്മുടെ കേരളത്തിൽ തന്നെയാണ് വൈകുന്നേരം എത്തുക. അതുകൊണ്ട് ഇന്ന് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. ട്രെയിൻ യാത്രകളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ പറയുന്നത്. ഈ ഒരു ബെർത്ത് നമുക്ക് താഴ്ത്തണം. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഇവിടുന്ന് മാറ്റണമല്ലോ. ഇത് എത്രയായാലും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇതിൻ്റെ മെയിൻ ഒരു ക്ലിപ്പ് ഉള്ളത് ഇതാ ഇവിടെയാണ്. ഇത് മുകളിലോട്ടാക്കിയാലാണ് ഇത് നമുക്കിങ്ങനെ കിട്ടുക. ഇനി അതുപോലെ തന്നെ ഇത് നമുക്കിനിപ്പോൾ തിരിച്ചിടണമെങ്കിലും ഇതില്ലെങ്കിലും ഇത് ഇവിടെ വരെ ആവുള്ളൂ. വീണ്ടും ക്ലിപ്പ് മുകളിലോട്ടാക്കാം, ഇങ്ങോട്ടാക്കാം. സിമ്പിൾ പരിപാടി. മംഗലാപുരം ജംഗ്ഷനിൽ നിന്ന് കറക്റ്റ് 1 മണിക്ക് തന്നെ ഇതാ നമ്മുടെ ട്രെയിൻ എടുത്തു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പുള്ളത് കാസർഗോഡ്. സ്റ്റേഷൻ കഴിഞ്ഞ് ഉടനെ തന്നെ കാണുന്നൊരു കാഴ്ചയാണിത്. ഇനിയിപ്പോൾ കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് നേത്രാവതി നദിയെയും കാണാം. നേത്രാവതി ഒന്നേ 38 ട്രെയിൻ ഇപ്പോൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. കാസർഗോഡ് നിന്ന് ഈ ട്രെയിനിൽ കുറച്ച് ആൾക്കാരൊക്കെ കയറാനുണ്ടായിരുന്നു. ഇതിന്റെ തൊട്ട് പുറകെ തന്നെ വരുന്ന ഈ ട്രെയിൻ നമ്മുടെ MGR ചെന്നൈ സെൻട്രലിലോട്ട് പോകുന്ന മെയിലാണ്. പാലക്കാട് വരെ രണ്ടും ഒരേ റൂട്ട് വഴി തന്നെയാണല്ലോ പോകുന്നത്. തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതിൽ കയറാം. സ്ലീപ്പർ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ വേക്കന്റ് ബർത്തുകളുള്ളത് നമ്മുടെ S3 തന്നെയാണ്. ഈ ഭാഗത്ത് ഈ 2 അപ്പർ ബർത്തില്ലേ, ഇത് റിസർവേഷനാണ്. കോഴിക്കോട് നിന്ന് തിരുനെൽവേലി വരെ ഇവർക്ക് കിട്ടിയത് ഈ ഡോറിന്റെ ഭാഗത്ത്, അതായത് ഈ ലൈറ്റൊക്കെ ഉള്ള ഒരു ഭാഗമില്ലേ, ഇവിടെയാണ്. ഇപ്പൊ പുറത്ത് ശക്തമായ മഴ പെയ്യുകയാണ്. കാസർഗോഡ് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ മഴ കിട്ടിയത്. ഇപ്പൊ കാഞ്ഞങ്ങാട് എത്തി. ഇത് അതെന്തായാലും പൊളിച്ചു. ട്രെയിൻ യാത്രയിൽ മഴ എന്തായാലും വേണം. എന്നാൽ മാത്രമാണ് യാത്ര കൂടുതൽ മനോഹരമാവുക. 1:55 ട്രെയിൻ ഇതാ കാഞ്ഞങ്ങാട് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇതാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, മെയിലത്തെ ഒരു തിരക്ക് കുറക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കയറാം. ആ ഒരു വണ്ടിയിൽ എപ്പോഴും തിരക്കാണല്ലോ. ഇതിലാകുമ്പോൾ സുഖമായിട്ട് പാലക്കാട് വരെയുള്ള ഭാഗത്തുള്ളവർക്ക് കയറി പോവാം. കാഞ്ഞങ്ങാട് നിന്ന് അങ്ങനെ ട്രെയിൻ എടുത്തു. ഇനി ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് കണ്ണൂരാണ്. അതിനിടയിൽ വേറെ എവിടെയും സ്റ്റോപ്പില്ല. അതായത് പ്രധാനപ്പെട്ട സ്റ്റേഷനായ പയ്യന്നൂരിൽ സ്റ്റോപ്പില്ല. ഭാവിയിൽ ചിലപ്പോൾ പയ്യന്നൂരിലേക്ക് സ്റ്റോപ്പ് കിട്ടിയേക്കാം.
പയ്യന്നൂർ. ശരിക്കും ഈ ട്രെയിന് ഇവിടെ സ്റ്റോപ്പ് വേണമായിരുന്നു. ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷൻ ആണല്ലോ ഇത്. രണ്ടേ 37 ട്രെയിൻ ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടുന്ന് കയറാനൊക്കെ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ ഉള്ളൂ. അൺറിസർവ്ഡ് പോലും. കണ്ണൂരിൽ 3 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഞാൻ നേരത്തെ മംഗലാപുരത്ത് നിന്ന് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കോച്ച് ട്രെയിനിൻ്റെ ഏറ്റവും മുന്നിലുണ്ടെന്ന് പറഞ്ഞില്ലേ? മുന്നിലില്ല, പുറകിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ റേക്ക് ഷെയറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ റേക്ക് ഷെയറിംഗ് ആയിട്ട് പോകുന്നത് തിരുനെൽവേലിയിൽ നിന്ന് ബംഗാളിലെ പുരുളിയ എന്ന സ്ഥലത്തേക്കാണ്. അത് ആഴ്ചയിൽ 2 ദിവസമുള്ള വണ്ടിയാണ്. നമ്മുടെ വണ്ടി ഇവിടെ എത്തിയത് ബിഫോർ ടൈമിനാണ്. 2:55 മാത്രമേ എടുക്കുള്ളൂ. 2:50 കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ഇൻട്രസിറ്റി അത് ഇവിടെ നിന്ന് എടുത്തു. ഇത് 3:10 ഷൊർണൂരിലേക്ക് പോകുന്ന പാസഞ്ചർ ചെറിയ വണ്ടിയാണ്, ഇവിടെ വരെ ഉള്ളൂ. ഒരേ ഭാഗത്തേക്ക് തന്നെ 3 ട്രെയിനുകളും ഒരേ സമയത്ത്. അതിലും വലിയ തിരക്കൊന്നുമില്ല. 3 മണിയായി. കണ്ണൂരിൽ നിന്ന് അങ്ങനെ വണ്ടി എടുത്തു. ഇതും ഷൊർണൂരിലേക്ക് പോകുന്ന വണ്ടിയാണ്. ഇതാ ഒരു 1 പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത്. ഇനി ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് തലശ്ശേരി. ഇത് വൈകുന്നേരം 5:20 കേട്ടോ ഇവിടുന്ന് പുറപ്പെടുക. ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ പറ്റിയ നല്ലൊരു ടൈമിൽ തന്നെയാണ് ഈ വണ്ടി. കോയമ്പത്തൂർ ജംഗ്ഷൻ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് ട്രെയിൻ ഇപ്പോൾ തലശ്ശേരിയിലേക്ക് എത്തുകയാണ്. കോയമ്പത്തൂരിൽ നിന്ന് രാവിലെ വിട്ട വണ്ടിയായിരുന്നു. ഇവിടെ കുറേ സ്ഥലത്ത് സ്റ്റോപ്പ് ഉണ്ടല്ലോ. ഇത് തന്നെയാണ് മംഗളൂരു മഡ്ഗാവ് വണ്ടിയായിട്ടൊക്കെ പോകുന്നത്. കുറേ വണ്ടിയായിട്ട് റെക്ക് ഷെയറിംഗ് ഉണ്ട്. തലശ്ശേരിയിലൊക്കെ നല്ല തിരക്കുണ്ട്. ട്രെയിൻ ഇപ്പോൾ മാഹി സ്റ്റേഷനിലേക്ക് ഇതാ എത്തി. ഈ മാഹി സ്റ്റേഷൻ ഇപ്പം നവീകരണമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നല്ല അടിപൊളി സ്റ്റേഷനായി. ട്രെയിൻ ഇപ്പോൾ വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. അണ്ടർസൗണ്ടിൽ കയറാൻ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ ഈ ട്രെയിനിൽ 2 മാസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാൻ വേണ്ടി നിന്നാണ്. നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ട്രെയിനിൽ റേക്ക് ഷെയറിംഗ് ആയിട്ട് പോകുന്നൊരു വണ്ടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ബംഗാളിലത്തെ പുരുളിയിലേക്ക് പോകുന്നൊരു വണ്ടി. അതെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 2 ദിവസം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ട്. അതായത് തിങ്കളാഴ്ച പുറപ്പെട്ടിട്ട് ബുധനാഴ്ച രാവിലെ ഒരു 4 മണിയാകുമ്പോഴത്തേക്കാണ് വണ്ടി തിരുനെൽവേലി എത്തുക. എന്നിട്ട് അന്ന് വൈകിട്ട് ഒരു 3:45 തന്നെയാണ് ബുധനാഴ്ച മംഗലാപുരത്തേക്ക് ഈ വണ്ടിയായിട്ട് വരുന്നത്. കൃത്യമായ ഡേറ്റ് പറയുകയാണെങ്കിൽ ഞങ്ങൾ ബുക്ക് ചെയ്തത് ജൂൺ മാസം 11-ാം തീയതിയാണ്. അപ്പോൾ 10-ാം തീയതി ഈ വരുന്ന വണ്ടിയൊക്കെ ഡിലേ ആയി. അതായത് ഇവിടെ എത്തിയത് തിരുനെൽവേലി എത്തിയത് പുരുളിയിൽ നിന്ന് വൈകിയത് ഏകദേശം ഒരു 12 മണിക്കൂർ ഡിലേ ആയിട്ട്. അങ്ങനെ ആ വണ്ടി തിരുനെൽവേലിയിൽ നിന്ന് റീഷെഡ്യൂൾ ചെയ്തു 11 മണിക്കൂർ. അതായത് 3:45 വിടണ വണ്ടി വിട്ടത് പിറ്റേ ദിവസം വെളുപ്പിന് 2 മണിക്ക്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഞങ്ങളിതൊക്കെ നോക്കുന്നുണ്ട്. ഞാനും മനു പറയണ്ടായി മിക്കവാറും ഇത് മംഗലാപുരത്ത് എത്തുമ്പോഴത്തേക്ക് നമുക്ക് നല്ല പണി വരുന്നത്. അങ്ങനെ വണ്ടി എത്തിയത് വൈകിട്ട് 4 മണിയോട് കൂടി. അതായത് 1 മണിക്ക് വ്യാഴാഴ്ച വിടേണ്ട വണ്ടി 5 മണി 5:30 കൂടിയാണ് പുറപ്പെട്ടത്. പിന്നെ ഞങ്ങൾ ആ ഒരു യാത്ര ക്യാൻസൽ ചെയ്തു. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് പോയിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ആ ഒരു പ്ലാൻ വെച്ചാൽ കുറച്ച് 2 മണിക്കൂർ ഡിലേ ആയി തന്നെ എല്ലാം മാറും. അങ്ങനെ ആ ഒരു ട്രിപ്പ് ഞങ്ങൾ ക്യാൻസൽ ചെയ്യാനുണ്ടായത്. ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഈ റേക്ക് ഷെയറിങ്ങിലൊക്കെ പോകുന്ന സമയത്ത് ഒരു വണ്ടി ഡിലേ ആയി കഴിഞ്ഞാൽ അത് ഈ റേക്ക് ഷെയറിംഗ് ആയിട്ട് പോകുന്നതിന് മറ്റൊരു വണ്ടി കൂടി ഉണ്ടാവുമല്ലോ, അതിനും കൂടെ നല്ല പണി കിട്ടും. പെർഫെക്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. കഴിഞ്ഞ മാസം നമ്മുടെ കൊങ്ങവടി വരുന്ന വെരാവൽ തിരുവനന്തപുരം വണ്ടി ഏതാണ്ട് 17-18 മണിക്കൂർ ഡിലേ ആയിട്ട് വന്നു. അത് ഡിലേ ആയതുകൊണ്ട്
തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന വീക്കിലി വണ്ടിയുണ്ട്. അത് 17 മണിക്കൂറാണ് റീഷെഡ്യൂൾ ചെയ്തത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി അതിലൊക്കെ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ഒരു അവസ്ഥ. അപ്പം ഞങ്ങൾ എന്തെന്ന് വെച്ചാൽ ടിക്കറ്റ് ഇല്ലേ, അത് സാധാരണ നോർമലി ആയിട്ട് ക്യാൻസൽ ചെയ്യാനായത് ഞങ്ങൾ TDR ഫയൽ ചെയ്തു. അതായത് ഈ ട്രെയിൻ 3 മണിക്കൂറിന് മേലെ ഡിലേ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് TDR കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഫുള്ള് റീഫണ്ടും കിട്ടും. ട്രെയിൻ ഇപ്പോൾ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ ട്രെയിൻ സ്റ്റോപ്പില്ല. ഇവിടത്തേക്ക് മറ്റൊരു വണ്ടി കൂടെ വരുന്നത് കാണാം. കോഴിക്കോട് KSR ബംഗളൂരു. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തുകയാണല്ലോ. മലബാറിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകാൻ പറ്റിയ നല്ലൊരു വണ്ടി. മംഗളൂരു സുബ്രഹ്മണ്യ റോഡ് സകലേഷ്പൂര് ഹാസൻ വഴി പോകുന്ന വണ്ടിയായിരുന്നു. മുരുടേശ്വർ XMVT ബംഗളൂരു എക്സ്പ്രസ് ആയിട്ട് റേക്ക് ഷെയറിംഗ് ഉള്ളൊരു വണ്ടി കൂടിയത്. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയില്ല കേട്ടോ, സ്ലോ ആയി. കാരണം മുന്നിൽ ഇൻറ്റർസിറ്റി ഉണ്ട്. 4:27 ട്രെയിൻ ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ 4:37 എത്തേണ്ടത്. 3 മിനിറ്റാണ് സ്റ്റോപ്പ്. ഇവിടെ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കന്യാകുമാരി മംഗളൂരു സെൻട്രൽ പരശുറാം എക്സ്പ്രസ് ഉണ്ട്. ഇതിവിടെ 4 മണിക്ക് എത്തിയതാണ്. 4 മണിക്ക് എത്തിയിട്ട് ഇനി 5 മണിക്കേ വണ്ടി എടുക്കുകയുള്ളൂ. കുറേ നേരം വണ്ടി ഇവിടെ കിടക്കും. അതിൻ്റെ മെയിൻ കാരണം 5 മണിക്ക് ഓഫീസ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് കുറേ ആൾക്കാർ ഈ വണ്ടീനെ ആശ്രയിക്കുന്നുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് വേറൊരു വണ്ടി വെക്കുവാണെങ്കിൽ ഇതിനെ നേരത്തെ തന്നെ കയറ്റി വിടാമല്ലോ. ദൂരത്തു നിന്ന് വരുന്ന ആൾക്കാർ കുറേ നേരം ഇവിടെ വിശ്രമിക്കണം. ഇവിടെ എത്തിയ സമയത്ത് വേണമെങ്കിൽ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയിട്ട് വരാം. അത്ര സമയമുണ്ട്. പണ്ട് ഈ ഒരു സമയം ഉണ്ടായിരുന്നത് നമ്മുടെ ചെന്നൈ മോർന്ന് മംഗളൂരിലേക്ക് പോകുന്ന വണ്ടിയില്ലേ, അതിനായിരുന്നു. അത് ഇതിനിപ്പോൾ കിട്ടി. കോഴിക്കോട് നിന്ന് വണ്ടി എടുത്തു. ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പിന് തിരൂരാണ്. തിരുനെൽവേലി ഗാന്ധിധാം ഹംസഫ്രീ പ്ലാറ്റ്ഫോമിലാണ് വരിക. ഇപ്പോൾ വരിക. കല്ലായിപ്പുഴ. കടലുണ്ടി. അപ്പം മഴയുണ്ട്. അവിടെയാണ് ബോട്ടിങ്ങൊക്കെ കിട്ടുക. ഇനി ഇതിൻ്റെ ഒരു ഭാഗം കൂടെ വരാനുണ്ട്. ഏരിയ അങ്ങോട്ട് നല്ല മഴ തന്നെ ആകും. നല്ല തണുപ്പ് വന്നു തുടങ്ങി. പരപ്പനങ്ങാടി സ്റ്റേഷൻ്റെ ഇവിടെ തന്നെയാണ് ബസ് സ്റ്റാൻഡും. മഴയുണ്ട് ഇപ്പോൾ. പരപ്പനങ്ങാടിയിൽ അങ്ങനെ ഇതാ വണ്ടി നിർത്തി. ഇത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. മഴ കൂടി. കുറേ പേര് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇറങ്ങി. കുറച്ച് ആൾക്കാർ അവിടെ കയറുന്നുണ്ട് വണ്ടിയിൽ. അടിപൊളി, നല്ല മഴ. ഇതേ മഴയത്തൊരു ട്രെയിൻ വരുന്നത് കാണാം. വൈപ്പറൊക്കെ ഇട്ട് പാലക്കാട് ജംഗ്ഷൻ കണ്ണൂർ. നല്ല തിരക്കാണ്. ഇതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ തിരുവനന്തപുരം ലോകമാന്യത്തിലേക്ക് നേത്രാവതിയുണ്ട്.
ട്രെയിൻ ഇപ്പോൾ തിരൂരിലേക്ക് എത്തുകയാണ്. അഞ്ച് 23 ഇപ്പോൾ. ഇവിടെ ഫ്ലാഗ്. മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് വണ്ടി വരുന്നത്. മംഗലാപുരത്ത് നിന്ന് പാലക്കാടേക്ക് ഈ ട്രെയിൻ ഇട്ട സമയമില്ലേ, അത് കുറച്ച് കൂടുതലാണ്. കാരണം ഇതിനധികമായിട്ട് സ്ലാക്ക് ടൈം ഉണ്ട്. അതായത് അടുത്ത സ്റ്റോപ്പ് വരുന്നത് ഷൊർണൂരാണ്. ഷൊർണൂരിൽ നിന്ന് ഈ വണ്ടി എടുക്കേണ്ടത് 6:30-ക്കാണ്. 44 കിലോമീറ്റർ ഉണ്ട് ഷൊർണൂരിൽ നിന്ന് പാലക്കാടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു 44 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രെയിൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂറാണ്. 6:30-ക്ക് എടുത്തു കഴിഞ്ഞാൽ പാലക്കാട് ജംഗ്ഷനിൽ എത്തേണ്ട സമയം 9 മണിയാണ്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ലോക്കൽ റിവേഴ്സൊക്കെ ചെയ്തിട്ട് പാലക്കാട് ടൗണിൽ എത്തുന്നത് 10 മണിക്ക്. അതായത് അധിക സമയം എന്ന് പറയാം, സ്ലാക്ക് ടൈം. ശരിക്കും പറഞ്ഞാൽ അത്രയൊന്നും വേണ്ട. അതിനിടയിൽ ഒറ്റപ്പാലത്തൊക്കെ ഇത് നിർത്തിയിടോ, അതിനിടയിൽ നമ്മുടെ പിറകിൽ ഒരു വണ്ടി ഉണ്ട്, അതായത് MGR ചെന്നൈ സെൻറ്ററിലേക്ക് പോകുന്ന മെയിൽ, അതൊക്കെ ഓവർടേക്ക് ചെയ്യുമോ നോക്കണം. കാരണം വെച്ചാൽ മെയിൽ പാലക്കാട് എത്തേണ്ട സമയം 9 മണിയൊന്നുമല്ല, അതിന് മുന്നേ എത്തുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ 5 മാസമേ ആയുള്ളൂ ഈ ഒരു വണ്ടി ഓടി തുടങ്ങിയിട്ട്. കൃത്യം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ട്രെയിന് ടൈമില്ലേ, ആ ടൈമും അതായത് ടൈം നമ്മൾ ജനങ്ങൾ ആശ്രയിക്കുന്ന പോലെ ഇരിക്കും ആ ട്രെയിൻ ഹീറ്റാവാൻ കാരണം. കാരണം വെച്ചാൽ അതായത് നമ്മുടെ കേരളത്തിൽ വന്ദേ ഭാരതിന് കിട്ടിയ ആ ഒരു സ്വീകാര്യത അമൃത് ഭാരതിന് കിട്ടിയിട്ടില്ല. ഇല്ല, അത് തിരിച്ചിങ്ങോട്ട് വരുന്ന സമയം നമ്മൾ അതിൽ ദീർഘമായ ഒരു ഫുൾ ജേർണി ചെയ്ത് തന്നെയാണ്. കൂടാതെ തന്നെ ഈ ട്രെയിനിന് പുറമെ തന്നെ ആ സമയത്ത് വന്ന വണ്ടിയാണ് മംഗളൂരു രാമേശ്വരം വീക്കിലി വണ്ടി. അത് കൃത്യമായി നല്ല ടൈം പോകുന്നതുകൊണ്ട് അത് ഹിറ്റായി. അത് ഡിമാൻഡ് വണ്ടിയല്ലേ ഇപ്പോൾ. അങ്ങനെ സ്റ്റോപ്പില്ലാത്ത സ്റ്റേഷനായ കുറ്റിപ്പുറത്തും കൊണ്ടുവന്ന് ചവിട്ടി. ഈ സ്റ്റേഷൻ ഒരു പ്രത്യേകതയുണ്ട്, വലിയൊരു വളവിലാണ്. ഇതിലൂടെ തന്നെയാണ് നാഷണൽ ഹൈവേയും പോകുന്നത്. എനിക്കിപ്പോൾ ഇവിടെ ഒരു 3 മിനിറ്റോളായി നിർത്തിയിട്ട് ഇതുവരെ എടുത്തിട്ടില്ല. ട്രെയിൻ ഇപ്പോൾ പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയേ. ഇവിടെ നിർത്താൻ കാരണം ഒരു ഓവർടേക്കിംഗ് ആണ്. പൂനെ ജംഗ്ഷനിൽ നിന്ന് എറണാകുളം ജംഗ്ഷനിലേക്ക് പോകുന്ന ബൈ വീക്കിലി എക്സ്പ്രസ്. അതിപ്പോൾ ഇവിടെ ഏകദേശം എത്താനായി. ഏഴ് 12 ട്രെയിൻ ഇപ്പോൾ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇവിടെയുള്ള ഈ വണ്ടി ഷൊർണൂർ ജംഗ്ഷൻ, നിലമ്പൂർ റോഡ് പാസഞ്ചർ. 7:10 ഇവിടുന്ന് പുറപ്പെടേണ്ടത്. ഇവിടുന്ന് ഷൊർണൂരിൽ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി വന്നത്. ഈ S2 കോച്ചിൻ്റെ അകത്തൊന്നും തിരക്കേയില്ല. ഇവിടെ 5 മിനിറ്റ് ഉണ്ട് ട്രെയിൻ സ്റ്റോപ്പ്. നമ്മുടെ വണ്ടീൻ്റെ തൊട്ട് പുറകിൽ തന്നെ രാജധാനിയും ചെന്നൈയിലേക്കുള്ള മെയിലൊക്കെ ഉണ്ട്. മെയിലിനിപ്പം പാലക്കാട് എത്തുന്നതിന് മുന്നേ ഓവർടേക്ക് ചെയ്യുമോയെന്ന് അറിയില്ല, നോക്കാം. മലബാറിൽ നിന്നും പഴനിയിലേക്കും മധുരയിലേക്കും പോകാൻ പറ്റിയ ഒരു വണ്ടിയാണെന്ന് പറഞ്ഞില്ലേ. ഇനി അതിൻ്റെ സമയം പറയാം. എത്തുന്നത് ഒരു അസമയത്ത് തന്നെയാണ്. പഴനിയിൽ ഈ വണ്ടി എത്തുന്നത് രാത്രി 12:58, അതായത് 1 മണിക്ക് തന്നെയാണ്. പക്ഷേ മധുരയിൽ പിന്നെയും കുഴപ്പമില്ല, രാവിലെ 4:15. രാവിലെ എത്തിയ ഉടനെ തന്നെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകാം. പക്ഷേ പഴനി കുറച്ച് ബുദ്ധിമുട്ടാണ്. രാത്രി എത്തിയ ഉടനെ തന്നെ റൂമൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. 7:38 അങ്ങനെ ഷൊർണൂരിന് ഇതാ വണ്ടി എടുത്തു. അവിടെ ഒരു വണ്ടീനെ കാണുന്നില്ലേ, അത് രാജധാനി എക്സ്പ്രസ് ആണ്. ഹസ്രത്ത് നിസാമുദ്ദീൻ, തിരുവനന്തപുരം. 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ MGR ചെന്നൈ സെൻട്രൽ മെയിൽ വരും. അപ്പോൾ അതാണ് ഓവർടേക്ക് ചെയ്യാൻ നോക്കേണ്ടത്. ഒരു പാരലൽ റണ്ണാണ് രാജധാനിയും തിരുനെൽവേലി എക്സ്പ്രസ്സും. ഒരു രാത്രി ആയതുകൊണ്ട് വ്യക്തത ഉണ്ടാവില്ല. എന്നാലും കുഴപ്പമില്ല.
ഇന്നലെ രാവിലെ ഡൽഹിയിൽ നിന്ന് വിട്ട വണ്ടിയാണിത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും വലിയൊരു ആഗ്രഹമാണ് രാജധാനിയിൽ യാത്ര ചെയ്യണമെന്ന്. രാജധാനിയിൽ യാത്ര എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് AC തന്നെയാണ് ഹൈലൈറ്റ്. എന്തായാലും ഒരു ദിവസം തീർച്ചയായിട്ടും വരും. ഞാനങ്ങനെ ഇതിൽ ഒരു ദിവസം യാത്ര ചെയ്യുമെന്ന് പറയാൻ കാരണം ഇതിൻ്റെ ചാർജ് തന്നെയാണ്. ഫസ്റ്റ് ക്ലാസ് ACയിൽ ഏകദേശം ഒരാൾക്ക് 8500 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട്. അതൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ എന്തായാലും ഒരു ദിവസം പോകും. ഒറ്റപ്പാലം കഴിഞ്ഞ ഉടനെ തന്നെ ലക്കിടി സ്റ്റേഷനിൽ വണ്ടി നിർത്തി. ഇവിടെ ഏകദേശം 5 മിനിറ്റോളമായി വണ്ടി നിർത്തിയിട്ട് മിക്കവാറും ഇവിടുന്ന് തന്നെ മംഗലാപുരം ചെന്നൈ മെയിൽ ഓവർടേക്ക് ചെയ്യും. ഇപ്പോഴും റെഡ് സിഗ്നൽ തന്നെയാണ്. പിന്നെ ഈ ഒരു കോച്ചിൻ്റെ അകത്ത് നോക്കിയാൽ ആരുമില്ല. ഇത് ഞാൻ കുറേയായി പറയുന്ന കേട്ടാ. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ഭാഗത്തുനിന്ന് പാലക്കാടേക്ക് ആദ്യം വരുന്ന വണ്ടി മെയിൽ തന്നെയാണ്. എന്താല്ലേ തിരുതുരയായി ഓവർടേക്ക് ചെയ്യുകയാണ്. അങ്ങനെ ട്രെയിൻ ഇതാ പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇതിലൂടെ ഒരു ട്രെയിൻ വരുന്ന കാണുന്നില്ലേ? ഈ ഒരു ലൈനിലേക്കാണ് ഇനിയിപ്പോൾ ഈ ട്രെയിനിൽ പോകാനുള്ളത്. പാലക്കാട് ടൗൺ, പൊള്ളാച്ചി. ഇത് അമൃത എക്സ്പ്രസ് ആണ്, രാമേശ്വരം, തിരുവനന്തപുരം. രണ്ടും ഒരേപോലെ തന്നെയാണ് കേട്ടോ എത്തുന്നത്. അതിൻ്റെ ആ ഒരു ബോർഡൊക്കെ നമുക്കിവിടെ വ്യക്തമായി തന്നെ കാണാം. ഇതെന്തായാലും പൊളിച്ച് രണ്ട് വണ്ടിയും ഒരേപോലെ തന്നെ ആണ് പ്ലാറ്റ്ഫോമിലേക്ക്. ഈ രണ്ട് വണ്ടിക്ക് ഇവിടുന്ന് ലോക്കോ റിവേഴ്സലുണ്ട്. ഇവിടെ തന്നെയാണ് കേട്ടോ പ്ലാറ്റ്ഫോം. 5 നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് വണ്ടി വന്നത്. 8:53 മംഗലാപുരത്ത് നിന്ന് 352 കിലോമീറ്ററാണ് നമ്മൾ യാത്ര ചെയ്തത്. രണ്ട് വണ്ടികളും ഒരേ സമയത്ത് പ്ലാറ്റ്ഫോമിലൂടെ പോകുന്നത് കാണാൻ നല്ല രസമാണ്. ഒരേ മൂവ്മെൻ്റ് ആണ് അതാ. ഇനി ഇവിടുന്ന് ലോക്കോ റിവേഴ്സലൊക്കെ കഴിഞ്ഞ് 9:45 മാത്രമേ വണ്ടി എടുക്കുള്ളൂ. പാലക്കാട് ടൗണിലേക്ക് പോകേണ്ടവർക്കാണെങ്കിൽ പുറത്തിറങ്ങി ബസ്സിലോ ഓട്ടോയിലോ പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഞങ്ങളിനിപ്പോൾ നേരെ പോകുന്നത് ഇവിടുത്തെ റിട്ടയറിംഗ് റൂമിൻ്റെ ഭാഗത്തേക്കാണ്. ഇന്ന് ഇവിടെ താമസിക്കുന്നുണ്ട് ഞങ്ങൾ. IRCTC റിട്ടയറിംഗ് റൂമൊക്കെ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇപ്പോൾ റിസപ്ഷൻ ഏരിയ ആണ് ഈ ഭാഗത്ത്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ചെക്കിൻ ചെയ്യട്ടെ. ഞങ്ങളെടുത്തത് AC ഡോർമെട്രി ആണ്. അതിൻ്റെ കീയൊക്കെ കിട്ടി. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. ഡോർമെട്രി ഇങ്ങനെയാണ് വരുന്നത്. സിംഗിൾ ബെഡുകളാണ് ഉണ്ടാവുക. പിന്നെ ഇവിടെ തന്നെ ഡോറും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. പ്രൈവസീൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഒരു മിററുണ്ട്, പിന്നെ ബെഡ് കാണാം, ഒരു പില്ലോ ഉണ്ട്, പുതക്കാനുള്ളൊരു ഷീറ്റും ഉണ്ട്. പിന്നെ നമുക്കിനി ഇതിൻ്റെ കൂടെ കീ കൂടെ കിട്ടും. ഡോർമെട്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഇറങ്ങി ഞങ്ങളിപ്പോൾ സ്റ്റേഷൻ്റെ പുറത്തെത്തിയേ. ഞങ്ങളിവിടെ AC ഡോർമെട്രി 9 മണിക്കൂർ നേരത്തേക്കാണ് എടുത്തത്. 350 രൂപയാണ് ഒരാൾക്ക് വന്ന ചാർജ്. ഇനിയിപ്പോൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് യാത്ര ചെയ്ത ട്രെയിനെ പറ്റി പറയുകയാണെങ്കിൽ ഷൊർണൂരിന്ന് പാലക്കാട് വരെ ഇരുന്ന് മടുത്തു പോയല്ലേ നവി. ശരിക്കും പറഞ്ഞാൽ 2.5 മണിക്കൂറാണ് സ്ലാക്ക് ടൈം. അതായത് സമയം എങ്ങനെയാണ് വരുന്നത്, ഞാൻ ഉദ്ദേശിച്ച് കുറച്ച് നേരത്തെ, അതായത് 8 മണിക്കൊക്കെ എത്തും. കാരണം 6:30ക്കാണ് പുറപ്പെടേണ്ട സമയം. എന്നാലും ഈ ഷൊർണൂർ എത്താൻ വേണ്ടി ലേറ്റ് ആയതുകൊണ്ടും ഞാനൊരു 8 മണി 8:15 കിട്ടും. പക്ഷെ 9 മണിക്ക് തന്നെ എത്തിച്ചെന്ന് പറയാം. ശരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പഴനിയിലേക്കൊന്നും പോകാതിരുന്നത്. കാരണം ആ സമയത്ത് പഴനി പോവുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ അതേപോലെ തന്നെ ഈ വണ്ടിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് തിരുനെൽവേലിക്ക് നാളെ രാവിലെ 7 മണി ആ സമയത്തൊക്കെയാണ് എത്തുക. ഈ തിരിച്ചെന്തൂരൊക്കെ പോകുന്നതാണെങ്കിൽ ഏറ്റവും ഉപകാരപ്പെടും. എന്തായാലും മലബാറായിരിക്കും തീർച്ചയായിട്ടും. അപ്പം എന്താ പറയുക, ഈ ഒരു വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റേ വീഡിയോ ബൈ.